ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പോഡ്കാസ്റ്റ് ബൈ ഗോപികൃഷ്ണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോയൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി. വേറൊന്നും കൊണ്ടല്ല, ജോലിയുടെ തിരക്ക് മൂലം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടുന്നില്ല. കഴിവതും മാക്സിമം നമ്മൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാനിന്ന് നിങ്ങളെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ പരിചയപ്പെടുത്താം. നമ്മളിത് ഒരു 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. എൻ്റെ ഫാദറാണ് ഇത് ഉപയോഗിക്കുന്നത്. ന്യൂട്രോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറാണിത്. ന്യൂട്രോണിൻ്റെ Z350 എന്ന് പറയുന്ന മോഡലാണിത്. ഇതൊരു നോൺ ലൈസൻസ് കാറ്റഗറിയിൽപ്പെട്ട സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻഷുറൻസ് ഇല്ല, രജിസ്ട്രേഷൻ ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, പിന്നെ പെട്രോൾ സ്കൂട്ടറുകൾക്ക് വരുന്ന അത്രയുള്ള വിലയുമില്ല. ഈ സ്കൂട്ടറിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ സ്പീഡാണ്. സൈക്കിൾ ബാലൻസ് ഉള്ള ആർക്കും തന്നെ ഈ സ്കൂട്ടർ സിമ്പിളായിട്ട് ഓടിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു മോഡൽ കമ്പനി കൂടുതലും ഉദ്ദേശിച്ചിരിക്കുന്നത് ലേഡീസിനെ ഉദ്ദേശിച്ചിട്ടാണ്. സ്കൂട്ടറിന് തീരെ വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ പ്രായമായവർക്കായാലും ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളന്ന് ഈ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 57,000 രൂപയായിരുന്നു. ഇതിൽ വരുന്നത് 32 AH ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഷോറൂമുകാരെന്ന് പറഞ്ഞത് ഏകദേശം ഒരു 80-82 കിലോമീറ്ററോളം റേഞ്ച് കിട്ടും എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ സ്കൂട്ടറിൽ വെച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഈ ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ആകാനായിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലിഥിയം ബാറ്ററിയും വെക്കാം. ലിഥിയം ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഒരു 3-3.5-4 മണിക്കൂർ ചാർജിങ് ടൈം എടുക്കത്തുള്ളൂ. പക്ഷേ ലിഥിയം ബാറ്ററിക്ക് വീണ്ടും റേറ്റ് കൂടും. ബാറ്ററി നമ്മുടെ ഉപയോഗത്തിൻ്റെ ഇതനുസരിച്ച് വേണം നമ്മൾ ബാറ്ററി ഇതിൻ്റെ അകത്ത് ഏത് വെക്കണമെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കാനായിട്ട്. ഞങ്ങൾ ലെഡ് ആസിഡാണ് വെച്ചത്. കാര്യം നമുക്ക് ലെഡ് ആസിഡിൻ്റെ ആവശ്യമുള്ളൂ. കാര്യം നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മൾ നാട്ടിൽ തന്നെയുള്ള ഓട്ടങ്ങളാണ് കൂടുതലും. എൻ്റെ അച്ഛന് ഷോപ്പിൽ പോയി വരാൻ വേണ്ടിയിട്ട് ആണ് ഈ സ്കൂട്ടർ കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലിഥിയം ബാറ്ററിയിലേക്ക് നമ്മൾ പോയില്ല. സ്കൂട്ടർ വാങ്ങിയ സമയത്ത് കമ്പനി പറയുന്ന പോലെ ഇത്രയും കിലോമീറ്ററൊക്കെ നമുക്ക് റേഞ്ച് കിട്ടുമോയെന്ന് അറിയാനായിട്ട് ഞാൻ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്നും ആലപ്പുഴ വരെ ഞാൻ ഒരൊറ്റ ചാർജിങ്ങിൽ ഞാൻ പോയി തിരിച്ചു വന്നതാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തല തുറവൂരാണ്. അന്നിരുന്ന് കഴിഞ്ഞാലും സിംഗിൾ ഡ്രൈവായിട്ടാണ് പോയത്. പക്ഷേ ആലപ്പുഴ വരെ പോയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ വരാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്കിത് ഒറ്റ ചാർജിങ്ങിൽ 75ഓളം കിലോമീറ്ററോളം ആദ്യം കിട്ടുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിലും ബാക്കിലും 10 ഇഞ്ചിൻ്റെ ടയറാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ അലോയ് റിമ്മും ഇതിൻ്റെ ബാക്കിൽ റിമ്മിന് പകരം വരുന്നത് ഹബ് മോട്ടറാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഹബ് മോട്ടറാണ് ഈ സ്കൂട്ടറിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സീരിയൽ നമ്പറൊക്കെ മാച്ചിങ് ആണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഇത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചേസസ് നമ്പർ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ബോഡി വരുന്നത് ഫൈബർ മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ പാർട്സുകളൊക്കെ തന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ അസംബിൾ ചെയ്യുന്നതാണിത്. ഈ ന്യൂട്രോൺ എന്ന് പറയുന്ന ബ്രാൻഡ് അസംബിൾ ചെയ്യുന്നത് നമ്മുടെ കുമ്പളത്താണ് അസംബിൾ ചെയ്യുന്നത്. ഈ ന്യൂട്രോൺ പോലെ തന്നെ മറ്റ് ബ്രാൻഡുകളും ഇതേപോലെയുള്ള നോൺ ലൈസൻസ് കാറ്റഗറിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇതുപോലെ തന്നെ ചൈനയിൽ നിന്ന് പാർട്സുകൾ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ അസംബിൾ ചെയ്ത് ഇറക്കുന്നതാണ്. സത്യത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പാർട്സുകളൊക്കെ എല്ലാ കമ്പനിയുടെ ഒന്നൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ താക്കോല് വരുന്നത് ഇതാണ്. ഒരു സെൻട്രൽ ലോക്ക് റിമോട്ടൊക്കെ ഉണ്ട്. നമുക്ക് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. പിന്നെ നമ്മൾ സെൻട്രൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീല് ലോക്കാകും കേട്ടോ. അപ്പോൾ നമ്മൾ തള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല. വണ്ടി ടയർ ലോക്കായിട്ട് തന്നെ നിൽക്കും. പിന്നെ ബസർ അടിക്കും. അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ. നമുക്ക് താക്കോലിടാതെ തന്നെ ഇതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓണാക്കാനായിട്ട് പറ്റും. നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ ഇതുപോലത്തെ 2 സെൻറ്റർ ലോക്ക് കീ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. റിമോട്ടും ഉണ്ട്, 2 കീയും ഉണ്ട്. ഈ മോഡലിന് ബൂട്ട് സ്പേസ് വളരെ തീരെ കുറവാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഫുൾ സൈസ് ഹെൽമെറ്റൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ അടിയിലായിട്ടാണ് ബാറ്ററി വരുന്നത്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ അടിയിലാണ് ബാറ്ററി വരുന്നത്. ഇതിന് ബൂട്ട് സ്പേസ് ഇല്ലാത്തതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. ഇതിൻ്റെ ഗ്ലൗ ബോക്സിൻ്റെ സ്പേസ് വരുന്നത് ഈ കാണുന്നതാണ്. നമുക്കൊരു ആൻഡ്രോയിഡ് ഫോണ്, ഇപ്പോഴത്തെ സൈസിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അടക്കാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ മുട്ടും ഇത്. പിന്നെ ഇതിനിവിടെ ഒരു മൊബൈൽ ചാർജിങ് പോയിൻ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല. വേറൊന്നുമല്ല, ഈ ഗ്ലൗ ബോക്സിൻ്റെ അകത്ത് നമ്മൾ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഈ ഗ്ലൗ ബോക്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ കേബിൾ നമ്മൾ എങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇത് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ USB പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. ഇതിൻ്റെ ഹാൻഡിൽ വരുന്ന സ്വിച്ചുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹോൺ ബട്ടൺ. ഇത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ചാണ്. ഹെഡ്ലൈറ്റ് മാത്രമല്ല, ഫസ്റ്റ് ഇടുമ്പോൾ പാർക്ക്, സെക്കൻഡ് ഹെഡ്ലൈറ്റ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ആക്സിലേറ്ററാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഈ കാണുന്ന ഇതിൻ്റെ ആക്സിലേറ്ററാണ്. അതിൻ്റെ താഴത്താണ് ഇതിൻ്റെ റിവേഴ്സ് ബട്ടൺ. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒരു ഹോൺ ബട്ടണുണ്ട്. പിന്നെ താഴത്തായിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ മേളിൽ ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ് ബട്ടണാണ്. ഇതിൻ്റെ പാർക്ക് മോഡ് മാറ്റാനായിട്ടുള്ള ബട്ടണാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ താക്കോൽ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്ലസ്റ്റർ മീറ്ററിൽ ഇങ്ങനെ P എന്ന് പറഞ്ഞ് കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് മോഡെന്നാണ് കാണിക്കുന്നത്. അതിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്. ഇത് 100 എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. പക്ഷേ ഇത് എപ്പോഴും കറക്റ്റ് നമ്മൾ പെട്രോൾ വണ്ടിയിലെ ഫ്യൂവൽ മീറ്റർ കാണിക്കുന്ന പോലെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നും വരത്തൊന്നുമില്ല. ചിലപ്പോൾ ഇത് 100 കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇത് 75 മാറുന്നത്. അല്ലാതെ 90, 95, 94 അങ്ങനെ കറക്റ്റായിട്ട് റിവേഴ്സ് ചെയ്തൊന്നും ഇത് പോകത്തില്ല. ഇത് ഇപ്പോൾ 100 ആണെങ്കിൽ പിന്നെ ചിലപ്പോൾ കാണിക്കുന്നത് 95 ആയിരിക്കാം, ചിലപ്പോൾ വേണമെങ്കിൽ 50 ആയിരിക്കാം. ഇതൊരിക്കലും കറക്റ്റ് ആക്യുറേറ്റ് കാണിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താക്കോൽ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുന്ന വരെയുള്ള മീറ്റർ റീഡിങ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണിക്കും. താക്കോൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീസെറ്റായി പോകും. പിന്നെ ഇത് 0 തൊട്ടേ വരത്തുള്ളൂ. നമ്മുടെ സാധാരണ സ്കൂട്ടറിലൊക്കെ ബൈക്കിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി മേടിച്ച കാലം തൊട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വരെയുള്ള മീറ്റർ റീഡിങ് ഫുള്ള് കാണിക്കും. ഇതിൻ്റെ അകത്ത് അങ്ങനെ കാണിക്കത്തില്ല. ഞാനത് കമ്പനിയിൽ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. ഇതെല്ലാം ചൈനീസ് പ്രോഡക്റ്റുകളാണ് ഈ സാധനം എല്ലാം. പിന്നെ ഇതാണ് നമ്മൾ താക്കോലിട്ട് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പാർക്ക് മോഡിലായിരിക്കും. ഈ പാർക്ക് മോഡ് മാറ്റേണ്ടത് ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ നെക്കിയാണ് പാർക്ക് മോഡ് മാറ്റുന്നത്. പിന്നെ അല്ലാതെയും നമുക്ക് മാറ്റാം പാർക്ക് മോഡ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഓണാക്കി ഗ്രീൻ ബട്ടൺ നെക്കിക്കഴിഞ്ഞാലും പാർക്ക് മാറ്റാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടിലെയോ ബാക്കിലെയോ ബ്രേക്ക് ഒന്ന് പിടിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ പാർക്ക് മോഡ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു റിവേഴ്സ് മോഡുണ്ട്. റിവേഴ്സ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ട, ഇതാണ് റിവേഴ്സിൻ്റെ സ്വിച്ച്. നമ്മൾ റിവേഴ്സ് സ്വിച്ച് ഇങ്ങനെ നെക്കി പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ ഒരു 6 തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, 6 തെളിഞ്ഞിട്ടുണ്ട്. ഈ 6 തെളിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഓണായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ വണ്ടി ബാക്കിലേക്കേ മൂവ് ചെയ്യത്തുള്ളൂ, ഫ്രണ്ടിലേക്ക് പോവില്ല. നമ്മൾ ആ റിവേഴ്സ് ബട്ടണിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ആ 6 ഓഫാവും. 6 എന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പിന്നെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലേക്ക് പോവുള്ളൂ. അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറിലും ഈ കാണുന്ന റിവേഴ്സ് മോഡും ഈ കാണുന്ന എല്ലാ ഫംഗ്ഷനും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് രീതിയെല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ രൂപത്തിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ബാറ്ററിയുടെ ഇത് മാറുന്നതിനനുസരിച്ച് കിലോമീറ്റർ റേഞ്ചിലും വ്യത്യാസം വരും. ഇതിൽ വന്നിരിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 8 മണിക്കൂറോളം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആകാൻ 0-ൽ നിന്ന്. നമ്മളത് 0 വരെ കൊണ്ടുപോകത്തില്ല. നമ്മളൊരു 2 ദിവസം കൂടുമ്പോൾ നൈറ്റ് ചാർജ് ചെയ്യാനായിട്ട് ഇടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 സൈഡിൽ വരുന്ന മിററുകൾക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഒക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ഈ സീറ്റിൻ്റെ അടിയിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ താക്കോലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പോലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല. ബാറ്ററി എന്നുള്ള കണക്ഷനെ ഓഫ് ചെയ്യുന്നതാണ് ഈ സ്വിച്ചിൻ്റെ ധർമ്മം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് വണ്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സ്കൂട്ടർ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ വളരെ പാടാണ്. കാര്യം ഇതിന് രജിസ്ട്രേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്പറോ കാര്യങ്ങളൊന്നും ഇതിനില്ല. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും രീതിയിൽ സർക്യൂട്ടിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ചാർജ് നിൽക്കാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ സ്കൂട്ടറിൽ വന്നിരിക്കുന്ന പെയിൻറ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 1.5 വർഷം ആങ്കിൽ കൂടി തന്നെ ഇതിൻ്റെ ആ ഒരു തിളക്കമൊന്നും പോയിട്ടില്ല. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളങ്ങനെ പൊടി പിടിച്ചിരിക്കാനൊന്നും ഇതിന് സമയം കൊടുക്കാറില്ല. പിന്നെ ഈ വണ്ടിയുടെ ബോഡി സ്ട്രോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ സ്ട്രോങ് ഒന്നും അല്ല. ഒരു ഇടിയൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ സാധനം പപ്പടം പോലെ ആയിപ്പോവും, ഒരു സംശയം വേണ്ട അതിൽ. പിന്നെ 25 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. നമ്മൾ സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. ഈ സ്കൂട്ടർ സത്യത്തിൽ നമുക്ക് ഒരു സിംഗിൾ യൂസിനാണ് സത്യത്തിൽ ഇത് ഓടിക്കാനായിട്ടൊരു സുഖം. നമ്മൾ ലോഡൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയ സുഖമൊന്നുമില്ല. പിന്നെ ഇതൊരു
ജസ്റ്റ് ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ പോകാനാണ് ഇതിന് സുഖം. അതിൽ കൂടുതലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നടുവേനൊക്കെ എടുക്കും. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ആലപ്പുഴ വരെ പോയി വന്നിട്ട് എനിക്ക് അത്യാവശ്യം നടുവേനൊക്കെ എടുത്തായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ സ്വിച്ചുകൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും എന്നുള്ളത്. ഉള്ള കാര്യമാണ്, സ്വിച്ചുകൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അത് കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയിട്ട് ഇതിൻ്റെ അകത്ത് ക്ലാവ് പിടിക്കുമ്പോഴാണ് ഇതിൻ്റെ കണക്ഷൻ, ഇതിൻ്റെ ആ ഒരു കണക്ഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴാണ് ഈ സ്വിച്ചുകൾ വർക്ക് ചെയ്യാതെ വരുന്നത്. അതിന് ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ WD-40 എന്ന് പറഞ്ഞാൽ ആ സ്പ്രേ ഇല്ലേ, അതെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് അടിച്ചു കൊടുക്കും. ഈ എല്ലാ സ്വിച്ചിലും അടിക്കും. കാര്യം എൻ്റെ മിക്ക സ്വിച്ചുകളും ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് പലപ്പോഴും ഈ സ്വിച്ചുകളൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ഈ സ്വിച്ചുകൾ ഇതിക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ സ്വിച്ചുകൾ ഞാൻ 1-2 തവണയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കിതിങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്തവണ വെറുതെ WD-40 എടുത്ത് അടിച്ചു നോക്കി. അത് അടിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് വർക്കിംഗ് ആയി. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളവർ കഴിവതും സ്വിച്ച് മാറാതെ ഈ WD-40 ഒന്ന് അടിച്ചു കൊടുത്ത് നോക്ക്. അടിച്ചു കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓൺ ഓഫൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് വർക്കിംഗ് ആയി കിട്ടും. എനിക്കിത് വർക്കിംഗ് ആയി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്കൂട്ടറിൻ്റെ ബാക്ക് ടയർ എപ്പോഴെങ്കിലും പഞ്ചർ ആകുകയാണെങ്കിൽ ഇത് നമ്മൾ സാധാരണ പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലത്ത് പോയി മറ്റേ കമ്പി അതും ഇതൊക്കെ ഇട്ട് കുത്തി തുറക്കുന്ന രീതിയിൽ ഇതിൻ്റെ ടയർ ഓപ്പൺ ചെയ്ത് ടയർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. കാര്യം ഇതിൻ്റെ ബാക്കിൽ വരുന്നത് റിമ്മല്ല, അലോയും അല്ല. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഹബ് മോട്ടറാണ്. ഹബ് മോട്ടറിലാണ് ഇതിൻ്റെ ടയർ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ടയർ ഘടിപ്പിച്ചിരിക്കുന്ന ഹബ് മോട്ടറിൻ്റെ എഡ്ജിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ പിന്നെ ടയർ ഇതിൽ സ്യൂട്ട് ആകത്തില്ല. അപ്പോൾ ഇത് പഞ്ചറായാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മെഷീൻ വഴി ടയർ ഓപ്പൺ ചെയ്യുന്ന കടകളുണ്ടല്ലോ, അവിടെ കൊടുത്ത് നമ്മളിതിൻ്റെ ടയർ നമ്മൾ ഊരിയെടുക്കാവൂ. അതായത് പഞ്ചർ ഒട്ടിക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് ട്യൂബ്ലെസ് ടയറാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടയർ അങ്ങനെ അഴിക്കേണ്ട പ്രശ്നം വരുന്നില്ല. എന്നാലും ടയർ എപ്പോഴെങ്കിലും അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാലുള്ളൊരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. നമ്മൾ ഈ സ്കൂട്ടറിൽ 2 പേരായിട്ട് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഒരു ചെറിയൊരു കട്ടിങ് ഉള്ള ഒരു കയറ്റമൊക്കെ വന്ന് അവിടെ നമ്മൾ നിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ലോഡ് ചെയ്ത് വണ്ടി മൂവ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് ഇതിന്. എന്നാലും നമ്മൾ സിംഗിൾ ഡ്രൈവ് ആണെങ്കിൽ ഇത് ഓക്കെ. ഇത് ശരിക്കും സിംഗിൾ ഡ്രൈവിനെ ഇത് പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് LMLൻ്റെ വെസ്പ ന്യൂ ജനറേഷൻ്റെ ആ മോഡലാണ് ഇവരിത് ശരിക്കും കോപ്പി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടയർ 10 ഇഞ്ച് സൈസ് ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ കുഴിയിൽ ചാടുമ്പോൾ തന്നെ നമുക്കൊരു വലിയ കുഴിയിൽ ചാടുന്നൊരു ഫീല് നമുക്ക് തോന്നും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 13 ഇഞ്ച് ടയർ സൈസ് വരുന്ന സ്കൂട്ടറുകളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി യാത്രയ്ക്ക് കുറച്ചുകൂടി കംഫർട്ട് കിട്ടുന്നത്. ഇന്നത്തെ പെട്രോൾ വിലയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭകരം തന്നെയാണ്. നമ്മളൊരു ഡെയിലി ഒരു 10 കിലോമീറ്റർ മാത്രം ഉപയോഗിച്ചാൽ പോലും നമുക്കിത് ലാഭമാണ്. കാരണം ഇതിന് പെട്രോൾ വണ്ടിയെ പോലെ നമുക്ക് 6 മാസം കൂടുമ്പോൾ ഓയിൽ ചേഞ്ചിങ്ങോ അങ്ങനെയുള്ള സർവീസോ കാര്യങ്ങളോ അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പൈസ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ പെട്രോൾ അടിക്കേണ്ട പൈസ വരുന്നില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമാകുമ്പോൾ എന്തായാലും ഇതിൻ്റെ ബാറ്ററി മാറേണ്ടി വരും. എങ്കിൽ കൂടെയും നമുക്ക് ബാറ്ററിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു 18 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മുടെ പഴയ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 16 രൂപ റേഞ്ചിൽ തന്നെ നമുക്ക് പുതിയ ബാറ്ററി നമുക്ക് വെക്കാനും പറ്റും. നമ്മുടെ ഈ സ്കൂട്ടർ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു ബജാജിൻ്റെ ഒരു പ്ലാറ്റിന ബൈക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ ഈ സ്കൂട്ടർ വന്നതിന് ശേഷം നമ്മൾ ആ പ്ലാറ്റിന അങ്ങ് കൊടുത്തു. ഇത് നോൺ ലൈസൻസ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് വെയിറ്റ് തീരെ കുറവാണ്. പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ സൗകര്യം, കടയിലും അവിടെ ഇവിടെയൊക്കെ പോകാനായിട്ടുള്ള സൗകര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കാണ്.